ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. ദേശീയ നേത്രദാന പക്ഷാചരണം. വെളിച്ചമില്ലാത്ത കണ്ണുകൾക്ക് പ്രത്യാശയുടെ സന്ദേശം. മനുഷ്യന് പ്രകൃതി നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് കാഴ്ച. വർണ്ണങ്ങളും രൂപങ്ങളും പ്രകൃതിയുടെ സൗന്ദര്യവുമെല്ലാം കാഴ്ചയിലൂടെ നാം അനുഭവിച്ചറിയുന്നു. എന്നാൽ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ഈ സൗഭാഗ്യമില്ലാതെ അന്ധകാരത്തിൽ ജീവിക്കുന്നു. വിവിധ കാരണങ്ങളാൽ പൂർണ്ണമായോ ഭാഗികമായോ അന്ധത ബാധിച്ചവർ നമുക്കിടയിൽ ഏറെയാണ്. നേത്രപടലങ്ങൾ അഥവാ കോർണിയയുടെ തകരാറുകളാണ് അന്ധതയ്ക്കുള്ള പ്രധാന കാരണങ്ങളിലൊന്ന്. നേത്രപടലം മാറ്റിവെക്കുന്നതിലൂടെ എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു കാഴ്ച വൈകല്യമാണിത്. ഈ സാഹചര്യത്തിലാണ് നേത്രദാനം എന്ന മഹത്തായ ആശയം പ്രാധാന്യമർഹിക്കുന്നത്. നേത്രദാനത്തെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും കൂടുതൽ ആളുകളെ ഈ ഉദ്യമത്തിൽ പങ്കാളികളാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് ഇന്ത്യയിൽ എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള 2 ആഴ്ചക്കാലം ദേശീയ നേത്രദാന പക്ഷാചരണം സംഘടിപ്പിച്ചു വരുന്നത്. സ്വന്തം കണ്ണുകൾ ദാനം ചെയ്യാനുള്ള പ്രതിജ്ഞയെടുക്കാനും മറ്റുള്ളവരെ അതിനെ പ്രോത്സാഹിപ്പിക്കാനും ദേശീയ നേത്രദാന പക്ഷാചരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ജീവിതാന്ത്യം സംഭവിച്ച ഒരാൾക്ക് മറ്റൊരാളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചം നിറയ്ക്കാൻ സാധിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് നേത്രദാനം. ലളിതമായ ഈ പ്രക്രിയയിലൂടെ നമ്മുടെ സമൂഹത്തിൽ കാഴ്ചയില്ലാത്തവരായി കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് കാഴ്ച തിരികെ നൽകാൻ ഇതിലൂടെ സാധിക്കും. നേത്രദാന സമ്മതപത്രം നൽകിയതുകൊണ്ട് മാത്രം ഈ പ്രക്രിയ പൂർണ്ണമാകുന്നില്ല. മരണാനന്തരം അവരുടെ ബന്ധുക്കൾ ഇതുമായി ബന്ധപ്പെട്ട സംഘടനകളെയോ സ്ഥാപനങ്ങളെയോ യഥാസമയം അറിയിക്കുകയും വേണം. അതിനുള്ള സൗകര്യങ്ങൾ തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ലഭ്യമാണെന്ന് തിരുവനന്തപുരം റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ്താൽമോളജി ഡയറക്ടർ ഡോക്ടർ ഷീബ CS വാർത്താ തരംഗിണിയോട് പറഞ്ഞു. നേത്രദാനം മഹാദാനം എന്നതാണ് നമ്മുടെ ആപ്തവാക്യം. കാരണം നേത്രദാനം എന്നത് അസ്തമിച്ച ജീവിതം മറ്റൊരാളിൽ പ്രകാശം വിതയ്ക്കുന്ന ദിവ്യമായ ഒരു മഹാദാനമാണ്. ഒരു മനുഷ്യൻ മരണത്തിലേക്ക് ആണ്ടുപോകുമ്പോഴും അവരുടെ കണ്ണുകൾ കാഴ്ചയില്ലാത്ത 2 കണ്ണുകളിലേക്കുള്ള കാഴ്ചയുടെ കനലായി മാറുന്നു. അന്ധകാരത്തിൽ മുഴുകിയ മനുഷ്യ ജീവിതങ്ങൾക്ക് കാഴ്ചയുടെ വെളിച്ചം നൽകുന്ന ഈ കർമ്മം മാനവികതയുടെ മഹത്വം പ്രതിഫലിപ്പിക്കുന്ന ഒരു ഉത്തമ ദാനമാണ്. ഒരു ജീവിതം തളരുമ്പോഴും ആ കണ്ണുകൾ ജീവിതത്തെ വീണ്ടും കാണുവാനുള്ള സ്വപ്നങ്ങളായി മറ്റൊരാളിൽ കിളിർക്കുന്നു. അതുകൊണ്ട് നാം ഓരോരുത്തരും ഇതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി മരിച്ചാലും ഞാൻ ജീവിക്കും മറ്റൊരാളിലൂടെ എന്നതിൻ്റെ സാക്ഷ്യമായി മുന്നോട്ട് വരണം. ഇന്ന് സമൂഹത്തിൽ നേത്രദാനം ചെയ്യുവാൻ സ്വമേധയാ മുന്നോട്ട് വന്ന് നേത്രദാനം സമ്മതപത്രം നൽകിയ ധാരാളം പേരുണ്ട്. എന്നാൽ സമ്മതപത്രം നൽകുക എന്നതല്ല പ്രധാനം. ഏതൊരാളും മരണപ്പെട്ടാൽ ഉടൻ തന്നെ അടുത്ത ബന്ധുക്കൾ ഈ വിവരം അറിയിക്കേണ്ടതാണ്. നമ്മുടെ ഗവൺമെന്റ് കണ്ണാശുപത്രി അഥവാ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ്താൽമോളജിയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഐ ബാങ്ക് ഉണ്ട്. ഇവിടെ നേത്രദാനം ചെയ്ത ആളുടെ നേത്രപടലം ശസ്ത്രക്രിയ ചെയ്ത് എടുത്തു മാറ്റുന്നതിന് 24 മണിക്കൂറും സജ്ജമായ ഒരു ടീം തന്നെ ഉണ്ട്. എടുത്തു മാറ്റിയ നേത്രപടലം ഐ ബാങ്കിൽ എത്തിക്കുകയും അനുയോജ്യമായ സ്റ്റോറേജ് മീഡിയയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അസുഖം ബാധിച്ച നേത്രപടലം എടുത്തു മാറ്റി നേത്രദാനത്തിലൂടെ ലഭിച്ച നേത്രപടലം അനുയോജ്യരായ രോഗികളിൽ വച്ചുപിടിപ്പിക്കുന്ന ശസ്ത്രക്രിയയെ കെററ്റോപ്ലാസ്റ്റി എന്നാണ് പറയുക. നേത്രദാനത്തിലൂടെ കോർണിയ എന്ന നേത്രപടലം മാത്രമാണ് ശേഖരിക്കുന്നത്. ഇത് മുഖത്തിന് യാതൊരു രൂപമാറ്റവും വരുത്തുന്നില്ല. കണ്ണട ഉപയോഗിക്കുന്നവർക്കും പ്രമേഹ രോഗികൾക്കും തിമിര ശസ്ത്രക്രിയ നടത്തിയവർക്കും വരെ കണ്ണുകൾ ദാനം ചെയ്യാവുന്നതാണ്. രേഖാമൂലമുള്ള സമ്മതപത്രമില്ലെങ്കിലും കണ്ണുകൾ ദാനം ചെയ്യാനുള്ള സന്നദ്ധത മരണശേഷം ബന്ധുക്കൾ അറിയിച്ചാൽ മതിയാകും. 2 വയസ്സ് മുതൽ 80 വയസ്സുവരെയുള്ളവർക്ക് നേത്രദാനം നടത്താൻ കഴിയും. കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് പറയുന്നത് ശ്രദ്ധിക്കാം.
നേത്രദാനത്തിന് സന്നദ്ധത നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രകടിപ്പിക്കാം. അതിന് നിങ്ങൾ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ്റെ വെബ്സൈറ്റിലോ നാഷണൽ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ആൻഡ് ടിഷ്യൂ ഓർഗനൈസേഷൻ വെബ്സൈറ്റിലോ പോയി ഡോണർ പ്ലെഡ്ജ് എന്നൊരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആധാർ മുഖേന അവയവദാനത്തിന് സന്നദ്ധരാകും. നമ്മൾ എപ്പോഴും നേത്രദാനം ചെയ്യുന്നതിനോട് കൂടെ മറ്റുള്ള അവയവങ്ങളിലും നൽകാൻ സന്നദ്ധമാണെങ്കിൽ അത് ടിക്ക് ബോക്സസ് ഉണ്ട്, അത് വെച്ച് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്തെല്ലാം അവയവങ്ങൾ നിങ്ങൾക്ക് മരണശേഷം നൽകാമെന്നുള്ളത് രേഖപ്പെടുത്താം. ഇത് ആധാർ എനേബിൾഡ് ആണ്. വേറെ ആർക്കും ഇത് ആക്സസിബിൾ അല്ല. അതോറിറ്റിക്ക് അല്ലാതെ മരിച്ച ശേഷം ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ ബന്ധുക്കൾ സന്നദ്ധപത്രത്തിൽ ഒപ്പിടുകയും അത് 2 സാക്ഷികളുടെ പ്രസൻസിലാണ് ഒപ്പിടേണ്ടത്. നിങ്ങൾ ഒരാൾ ഡൊണേറ്റ് ചെയ്താൽ 2 പേർക്ക് കാഴ്ച ലഭിക്കും. അതും വളരെ മുഖ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഒരു ആളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ 2 ആളുടെ ജീവിതത്തിന് വെളിച്ചം നൽകാൻ പറ്റുക എന്നുള്ള ഒരു കാര്യം ഒരു അമൂല്യമായ ഒരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ അമൂല്യമായ ഒരു സന്ദേശമാണ് നമുക്ക് സമൂഹത്തിൽ നൽകാൻ പറ്റുന്നത് നിങ്ങൾ അവയവദാനത്തിലൂടെ. ഏറ്റവും പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, നിങ്ങൾ നേത്രദാനത്തിന് സന്നദ്ധമാകുമ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളെ നിങ്ങൾ അറിയിക്കണം. അതായത് ഞാൻ മരണശേഷം നേത്രദാനത്തിന് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ മരിച്ചാൽ, ഏത് രീതിയിൽ മരിച്ചാൽ, ആശുപത്രിയിലാണോ വീട്ടിലാണെങ്കിൽ മരിച്ചാലും ഒരു അടുത്തുള്ള നേത്രബാങ്കിനെ അറിയിക്കുകയും നേത്രബാങ്കുകാർ വന്ന് എടുക്കുകയും ചെയ്യും. നേത്രം എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ സംസ്കാര ശുശ്രൂഷയ്ക്ക് എന്തെങ്കിലും ഡിലേയോ ഒന്നും ഉണ്ടാകത്തില്ല. കാരണം വളരെ കുറച്ച് സമയം മാത്രമേ കോർണിയ റിട്രീവ് ചെയ്യാൻ എടുക്കുകയുള്ളൂ. അതുകൂടാതെ നമ്മൾ ബന്ധുക്കൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, കോർണിയ ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കണ്ണ് നല്ലവണ്ണം മൂടി വയ്ക്കുക, ഒരു തലയണ വെച്ച് തല കുറച്ച് പൊക്കി വയ്ക്കുക, പറ്റുമെങ്കിൽ ഒരു ചെറിയ കോട്ടൺ വെച്ച് കണ്ണ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി അടഞ്ഞ കണ്ണ് കുറച്ച് മോയിസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ഈർപ്പം കൊടുക്കാം. 6 മണിക്കൂറിനുള്ളിൽ കോർണിയ എടുത്താൽ നല്ല റിസൾട്ട് ആയിരിക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 9ഓളം നേത്ര ബാങ്കുകളും നേത്രപടലം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്ന ഒട്ടേറെ ആശുപത്രികളുമുണ്ട്. നേത്രദാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലൂടെ വളരെ എളുപ്പത്തിലും സുതാര്യവുമായ രീതിയിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. സന്ദേശം ലഭിച്ചാലുടൻ തന്നെ സ്ഥലത്തെത്തി നേത്രപടലം സ്വീകരിക്കാനും ഏറ്റവും അർഹരായവരിലേക്ക് അവ മാറ്റിവെക്കാനുമുള്ള സുസജ്ജമായ സംവിധാനങ്ങൾ നിലവിലുള്ളതായി ഐ ബാങ്ക് അസോസിയേഷൻ കേരള ജനറൽ സെക്രട്ടറി ഫാദർ വർഗീസ് പാലട്ടി പറഞ്ഞു. കഴിഞ്ഞ 55 വർഷങ്ങൾ കൊണ്ട് ഏകദേശം 30,000 പേരുടെ കണ്ണുകൾ സ്വീകരിക്കുവാനും 27,000 വ്യക്തികൾക്ക് അത് കാഴ്ചയായിട്ട് നൽകുവാനായിട്ട് സാധിച്ചു എന്നത് വളരെ അഭിമാനത്തോടും ചാരിതാർത്ഥത്തോടും ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും കെസോട്ട് ഓർഗനൈസ് ചെയ്ത കേരള സർക്കാരിൻ്റെ അവാർഡ് ബെസ്റ്റ് ഐ ബാങ്ക് പ്രാക്ടീസിന് ഉള്ളത് ലഭിച്ചത് ഐ ബാങ്ക് അസോസിയേഷൻ കേരളയ്ക്കാണ്. അത് കൂടുതൽ ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്ക് നൽകുന്നത്. കാരണം ഈ 2 ആഴ്ച കൊണ്ട് കൂടുതൽ പേർക്ക് ഈ അവബോധം ഉണ്ടാക്കുവാനും നേത്രദാനത്തെ പ്രോത്സാഹിപ്പിക്കുവാനും നമുക്ക് എന്താണ് നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ, നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലൊക്കെ ഈ ഒരു സംരംഭത്തിന് വേണ്ടി, പുണ്യപ്രവർത്തിക്ക് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ദിവസങ്ങളും അത് പ്രചരിപ്പിക്കേണ്ടതായിട്ടുള്ള 2 ആഴ്ചകളുമാണിത്. നമുക്കറിയാവുന്ന പോലെ ഇന്ത്യയിൽ ഏകദേശം 46 ലക്ഷം ജനങ്ങൾ അന്ധരായിട്ട് ജീവിക്കുന്നുണ്ട്. പലതരത്തിലുള്ള അന്ധതകൾ കാണാം. അതിലൊരു അന്ധതയാണ് കോർണിയ തലത്തിലുള്ള അന്ധത. അത് ഏകദേശം 11 ലക്ഷത്തോളം പേരാണ് അപ്രകാരമുള്ള അന്ധതയിൽ ജീവിക്കുന്നത്. ഈ 11 ലക്ഷത്തിൽ 1 ലക്ഷം പേര് മാത്രമാണ് നേത്രപടലം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഇന്ത്യയിൽ 25,000 പേരുടെ നേത്രപടല ശസ്ത്രക്രിയയാണ് നൽകുന്നതും അതുവഴി കാഴ്ച ലഭിക്കുന്നതും. ഒത്തിരി പേര് ഇനിയും കാത്തിരിക്കുകയാണ് ഈ നേത്രപടലത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഈ പക്ഷാചാരണം, നേത്രദാന പക്ഷാചാരണം വളരെ പ്രസക്തമാകുന്നത്. നമ്മുടെ സഹോദരങ്ങളിലേക്ക്, നമ്മുടെ ജനങ്ങളിലേക്ക് ഈ സന്ദേശം പകർന്നു നൽകുമ്പോൾ ഇത് വലിയൊരു ബോധ്യത്തോടു കൂടി നമ്മുടെ സമൂഹത്തിൽ മരണശേഷം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കണ്ണുകൾ ദാനം ചെയ്യാനായിട്ട് വലിയ പ്രചോദനവും ഇത് വലിയൊരു മാർഗവുമായിരിക്കും എന്നുള്ള വലിയൊരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നേത്രദാനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ വളരെ ശക്തമാണെങ്കിലും ഇപ്പോഴും ആവശ്യത്തിനനുസരിച്ചുള്ള നേത്രപടലങ്ങൾ ലഭിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. നേത്രദാനത്തെക്കുറിച്ച് സമൂഹത്തിൽ നിലനിൽക്കുന്ന മിഥ്യാധാരണകളാണ് ഇതിന് കാരണം. ഈ മിഥ്യാധാരണകൾ ഇല്ലാതാക്കുക എന്നതാണ് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന്. ബോധവൽക്കരണ ക്ലാസുകളിലൂടെയും മാധ്യമ പ്രചാരണങ്ങളിലൂടെയും ഇതുമായി ബന്ധപ്പെട്ട ശരിയായ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പക്ഷാചരണം സഹായിക്കുന്നു. സന്നദ്ധ സംഘടനകളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ശ്രമങ്ങളും ഇതിലേറെ പ്രാധാന്യമർഹിക്കുന്നു. മരണാനന്തരം നേത്രങ്ങൾ ദാനം ചെയ്യാൻ നമ്മളും നമ്മുടെ ബന്ധുക്കളും സന്നദ്ധരാവുകയാണെങ്കിൽ കേരളത്തിൽ നേത്രപടല അന്ധത ബാധിച്ച 7 ലക്ഷത്തോളം പേരെ വെളിച്ചത്തിലേക്ക് എത്തിക്കാൻ കഴിയും. ഈ ലക്ഷ്യത്തോടെയുള്ള പരിശ്രമങ്ങളാണ്
തന്റെ കാഴ്ച പരിമിതിയിലും എറണാകുളം ജില്ലയിലെ എം രാംകുമാർ നടത്തിവരുന്നത്. കോർണിയ മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന 7 ലക്ഷം പേർ കേരളത്തിലുണ്ട്. അതായത് നമ്മളൊരാൾ മരിച്ചാൽ കോർണിയ എന്ന ഭാഗം നമ്മൾ ദാനം ചെയ്താൽ അതിലൂടെ വെളിച്ചം കിട്ടുന്ന ആളുകൾ, അവരിലേക്ക് ഈ 7 ലക്ഷം പേർക്ക് കോർണിയ നൽകിയാൽ കേരളത്തിൽ കോർണിയ മൂലം അന്ധത ബാധിച്ച ആളുകൾ വെളിച്ചത്തിലേക്ക് നയിക്കപ്പെടും. നമ്മുടെ മരണശേഷം 6 മണിക്കൂറിനകത്ത് ആ കോർണിയ ദാനം ചെയ്താൽ നമ്മുടെ നാട്ടിലുള്ള ഐ ബാങ്കുകളെ സമീപിച്ച് ആ കോർണിയ ദാനത്തിലൂടെ 2 കുടുംബത്തിലെ, നമ്മുടെ വീട്ടിൽ ദുഃഖമാണ്, ആ ദുഃഖത്തിലും മറ്റു 2 കുടുംബത്തിൽ സന്തോഷം എത്തിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിച്ചാൽ അതല്ലേ ഏറ്റവും വലിയ ദാനം. ആ ദാനത്തിന് വേണ്ടി നമ്മൾ തയ്യാറെടുക്കണം. കാരണം നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഒരു വീട്ടിൽ മരണം നടന്നാൽ നമ്മൾ ആ ദുഃഖത്തിൽ ആണ്ട് വിഷമിച്ച് നിൽക്കുമ്പോൾ എവിടെ നേത്രദാനത്തെക്കുറിച്ച് ഓർക്കാൻ? അതിനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ നമ്മൾ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ഏറ്റവും പെട്ടെന്ന് അടുത്ത നേത്ര ബാങ്കിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ നമ്മൾ കയ്യിൽ കരുതണം. ബ്ലഡ് ക്യാൻസർ, കോവിഡ്, ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി ഏത് പ്രായത്തിലുള്ളവർക്കും നേത്രദാനം നൽകാൻ സാധിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജ്യോതിസ് ഐ കെയർ സൊസൈറ്റി എന്നൊരു സംഘടന ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് സമയത്ത് എവിടെ വന്നും ക്ലാസ് എടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ഫോൺ നമ്പർ 9995053617. ഒന്നുകൂടെ പറയാം, 9950533617. ഒരു വ്യക്തിയുടെ മരണശേഷം അയാളുടെ കണ്ണുകൾ ജീവിച്ചിരിപ്പുള്ള മറ്റൊരാൾക്ക് വെളിച്ചമേകുമ്പോൾ അത് വെറുമൊരു ദാനമല്ല, മറിച്ച് മാനുഷിക മൂല്യങ്ങളുടെയും സ്നേഹത്തിൻ്റെയും മഹത് കർമ്മമാണ്. ഇതിലൂടെ കാഴ്ച ലഭിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമല്ല, ദാനം ചെയ്ത വ്യക്തിയുടെ കുടുംബത്തിനും ആശ്വാസവും സംതൃപ്തിയും ലഭിക്കുന്നു. മരണാനന്തരവും ഒരാളുടെ ഓർമ്മകൾ ജീവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണുകൾ മാത്രമല്ല, ഒട്ടേറെ പേരുടെ കണ്ണുകളിലൂടെ പലർക്കും വെളിച്ചം പകർന്ന വിനോദ് നന്ദനം തൻ്റെ അനുഭവം വാർത്താ തരംഗിണിയോട് പങ്കുവച്ചു. 2021 എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ്റെ കണ്ണ് ദാനം ചെയ്യുകയുണ്ടായി. അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് പേർക്ക് നന്മ ചെയ്ത ആളാണ്. മരിച്ചു കഴിഞ്ഞും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ 2 പേർക്ക് പ്രകാശമാവുമെങ്കിൽ അതിൽ പരം ഒരു പുണ്യം നമ്മൾ അദ്ദേഹത്തോട് ചെയ്യാനില്ല എന്നൊരൊറ്റ വാക്ക് മാത്രമേ ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞുള്ളൂ. അവരത് അംഗീകരിക്കുകയും ചെയ്തു. അത് നൽകിയ സംതൃപ്തി വളരെ വലുതായിരുന്നു. 1 വർഷത്തിന് ശേഷം എൻ്റെ അമ്മയും മരിച്ചു. അമ്മയുടെ കണ്ണുകളും 2 പേർക്ക് പ്രകാശമായി. അതിനുശേഷം 2021 മുതൽ ഇപ്പോൾ 2025 എത്തി നിൽക്കുമ്പോൾ ഏതാണ്ടൊരു 20 പേരിൽ കൂടുതൽ ഞാനും എൻ്റെ ഭാര്യയും പ്രേരിപ്പിച്ചത് മൂലം നേത്രദാനം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ എടപ്പള്ളിയിലെ മണിമല റോഡ് റെസിഡൻസ് അസോസിയേഷനിലാണെങ്കിലും സുഹൃദ് വലയങ്ങളിലാണെങ്കിലും ഒരുപാട് പേരെ നേത്രദാനത്തിന് പ്രചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നൽകുന്ന ആത്മസംതൃപ്തി വളരെ വലുതാണ്. കാരണം നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കത്തിച്ചു കളയുകയോ കുഴിച്ചിടുകയോ ചെയ്യുന്ന ഒരു ശരീരഭാഗം കൊണ്ട് 2 പേർക്ക് ജീവിതമാകുന്ന പ്രകാശം ലഭിക്കുന്നു എന്നത് നിസ്സാരമല്ല. അത് നമുക്കും നമ്മുടെ പരമ്പരകൾക്കും നമ്മളുടെ മരിച്ചുപോയ പിതൃക്കൾക്കും നൽകുന്ന പുണ്യവും ഒട്ടും ചെറുതല്ല. ദേശീയ നേത്രദാന പക്ഷാചരണം വെറുമൊരു ആചരണം മാത്രമല്ല, അതൊരു സൽക്കർമ്മത്തിൻ്റെ തുടക്കമാണ്. സ്വന്തം ജീവിതത്തിൽ നേത്രങ്ങൾ ദാനം ചെയ്യാനുള്ള പ്രതിജ്ഞയെടുക്കാനും മറ്റുള്ളവരെ അതിന് പ്രോത്സാഹിപ്പിക്കാനും ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ മരിച്ചാലും നമ്മുടെ കണ്ണുകൾ ജീവിക്കുമെന്നറിയുക. നമ്മൾ മണ്ണിലലിഞ്ഞാലും നമ്മുടെ കണ്ണുകളിലൂടെ ഈ ലോകം കണ്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ കാഴ്ച നഷ്ടപ്പെട്ടവരുടെ ജീവിതത്തിൽ പ്രകാശം നിറയ്ക്കുന്ന ഈ പുണ്യപ്രവൃത്തിയിൽ നമുക്കും പങ്കാളികളാകാം. കണ്ണുകൾ ദാനം ചെയ്യുമ്പോൾ നാം സമ്മാനിക്കുന്നത് കാഴ്ച മാത്രമല്ല, ഒരു പുതിയ ജീവിതം കൂടിയാണെന്നറിയുക. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.